അസ്സലാമു അലൈക്കും. അപ്പം സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് കൊടുത്തു വിടാനും അവർ യഥേഷ്ടം കഴിക്കുന്നതുമായ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ വീട്ടിലുള്ള നമുക്കായാലും വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ഒരു ചമ്മന്തി ആയാലും ചോറ് കഴിക്കാനും എളുപ്പമാവും. മെയിനായിട്ട് കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ അച്ചാർ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ചിക്കൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനൊരു 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ആദ്യം ചിക്കനകത്ത് ഈ അരപ്പ് പുരട്ടിയതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചിക്കൻ വേറെ കിട്ടിയപ്പോൾ ഞാനത് ചെയ്യുന്നത് കാണിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും അതൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടത്തക്ക രീതിയിലുള്ള മുളക് പൊടിയും ഒക്കെ പുരട്ടി നമുക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടികട്ടിയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ ഈ അച്ചാർ ചെയ്യുന്നത്. അതിനായി എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വളരെ ചെറിയ ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അത് എല്ലോട് കൂടി തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലോട് കൂടി തന്നെ നമ്മൾ അച്ചാർ ഇട്ടാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വറുത്തെടുത്ത ചിക്കനൊക്കെ ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമതും ആ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കനൊക്കെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. ആ സമയം കൊണ്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇപ്പോൾ 2 കിലോ ചിക്കന് എത്രയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അങ്ങനെ ഒരു 2-3 തവണയായിട്ടാണ് ഞാൻ ഈ ചിക്കനെല്ലാം വറുത്തെടുത്തത്. അപ്പം ഇതിപ്പോൾ 3-ാമത്തെ തവണയാണ് ഞാൻ ഈ ചിക്കൻ ഇടുന്നത്. അത് വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയിൽ തന്നെയാണ് ഈ ചിക്കനെല്ലാം 2-3 തവണയായിട്ടിട്ട് വറുത്തെടുത്തത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ നമ്മൾ റൈസൊക്കെ കൊടുത്തു വിടുമ്പോൾ പിന്നെ റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. വെജിറ്റബിൾ റൈസോ പുലാവോ നെയ്ച്ചോറോ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ റൈസിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ ഏറ്റവും നല്ലതാണ് ഈ അച്ചാർ. അപ്പോൾ നമ്മളിത് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ഇതൊരു 2-3 ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ബീഫ് അച്ചാറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ചിക്കൻ അച്ചാറും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് കൂടുതൽ ചെയ്ത് വെച്ചാൽ കുറച്ച് കൂടുതൽ നാൾ നമുക്ക് ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചെയ്തത് തന്നെ കുറേ ദിവസത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ എടുക്കാതെ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണ് നമ്മൾ മെയിനായിട്ട് ഇത് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ആ ചീനച്ചട്ടിയിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് രുചിയും ടേസ്റ്റും ഉണ്ടാവുന്നത്. അതിനായി കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ ഇടേണ്ട ആവശ്യമില്ല, പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഉലുവയാണ്. അപ്പോൾ ഉലുവയും കടുവും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടമുളകിൻ്റെ വറ്റൽമുളകാണ് ഉള്ളത്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് യഥേഷ്ടം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറേ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അപ്പോൾ ഈ കടുക് വറുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എണ്ണ പോരാന്ന് തോന്നുന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ തിരിച്ചൊഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ പിന്നെ കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ താളിച്ച് വെച്ചിട്ടുള്ള ഈ പിന്നെ കറിവേപ്പിലയും മുളകിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് തട്ടിക്കൊടുത്ത് അത് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ഇതിലിടുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് മൂത്ത് വരണം. അല്ലെങ്കിൽ നമ്മൾ ഇത് വെളിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് പൂത്ത് പോകും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ 2 3 ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 കിലോയുടെ അളവിനാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ട് തന്നെ ഒരു 4-5 പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 10 പച്ചമുളക് എടുത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ എരി കഴിക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് യഥേഷ്ടം ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ എരിവിന് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. എരിവുള്ള മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർക്കാം. അപ്പോൾ ഞാനിത് കുട്ടികളെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാനിതിനകത്ത് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെ പകുതി എടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അതെല്ലാം ആ ചട്ടിയിലിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. ഒന്നാമത് ഈ സ്റ്റീലിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതിരിക്കാനും ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഇച്ചിരി ഏറെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കിലോയ്ക്ക് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇച്ചിരി അരപ്പിച്ചിരി ലൂസായിട്ടിരിക്കത്തക്ക രീതിയിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചട്ടിയിൽ ചിക്കൻ വറുത്തപ്പം ഒട്ടിപ്പിടിച്ചതൊക്കെ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ ചട്ടി തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇവിടെ ഞാൻ പവിഴത്തിൻ്റെ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വിനാഗിരി എല്ലാം ചേർത്ത ശേഷം പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ചേർക്കുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കേടാവാതിരിക്കാനും ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനകത്തൊക്കെ നന്നായി പിടിച്ച് കഴിയുമ്പോഴത്തേനും ഇത് കറക്റ്റായിരിക്കും. പിന്നെ നമ്മൾ ഇതിനാവശ്യമായ ഈ അരപ്പിനാവശ്യമായ ഉപ്പും കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള കായപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്താണ് എല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഈ അരപ്പിന് ഉള്ള ഉപ്പ് മാത്രം മതി. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ലേശം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കായപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കായപ്പൊടി ഇച്ചിരി ഏറെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരച്ചാറിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം തട്ടിക്കൊടുത്ത ശേഷം നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് കിട്ടത്തക്ക രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ എല്ലാം കയറി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ചെറുതീ വെച്ചാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് ആ ചൂടോടെ തന്നെ വെച്ചതിന് ശേഷം ഒരു അടപ്പിട്ട് വേണം നമ്മൾ ഈ ചീനിച്ചട്ടി അടച്ച് വെക്കാൻ. അതിനുശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം ഇത് ജാറുകളിലാക്കി വെളിയിൽ വെക്കേണ്ടത് വെളിയിലും വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലും വെക്കാം. അപ്പോൾ 2-3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് തീർക്കാവുന്നതാണെങ്കിൽ വെളിയിൽ വെച്ചിരുന്നാൽ മതി. അല്ല നമുക്ക് ഏറെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഫ്രിഡ്ജിലും വെക്കാം, കുറച്ച് വെളിയിലും വെക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ അച്ചാറാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ബ്രോയിലർ കോഴിയുടെ ചിക്കനിലാണ് ചെയ്തിരിക്കുന്നത്. നാടൻ കോഴിയുടെ ആയാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം വേണം അച്ചാർ ചെയ്യാൻ. വേവിച്ച് പിന്നെ വറുക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് പിന്നെ വറുത്തെടുത്തതിന് ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ നാടൻ കോഴിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാവൂ, ഇല്ലെങ്കിൽ വേവ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇതിപ്പം ബ്രോയിലർ കോഴി ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മളിങ്ങനെ അച്ചാറിടുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.